ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഈ 31st സ്റ്റാർട്ട് ആവുകയാണല്ലോ. അപ്പം നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാൻ വ്ളോഗിൽ പറയുന്നത് രണ്ട് സബ്ജക്റ്റിനെ കുറിച്ചാണ്, മാത്തമാറ്റിക്സും പിന്നെ ഗ്രാഫിക്സും. ഇനി നാളെ ഞാൻ വീഡിയോ ഇടുന്നത് പൈത്തൺ ആണ്. പൈത്തൺ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇടാണ്ടിരുന്നത്, പൈത്തൺ കുറച്ച് അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പൈത്തൺ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ കൂടുതൽ ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് മൊത്തം എല്ലാ മോഡ്യൂൾസിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പൈത്തൺ ആഡ് ചെയ്യാത്തത്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് മാത്തമാറ്റിക്സും ഗ്രാഫിക്സും ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറെ പേരുണ്ടല്ലോ. ഇപ്പം ഇത്രയും നാൾ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ലാസ്റ്റ് മൊമെന്റിൽ ടെൻഷൻ അടിച്ച് ഒന്നും പഠിക്കാതെ പോകുന്നതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് ടിപ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ തന്നെ മാത്തമാറ്റിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് 4 മോഡ്യൂൾസ് ആയിരിക്കും ഉള്ളത്. അപ്പം ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ തന്നെ എന്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഞാനും എക്സാമിന്റെ കുറച്ച് മുമ്പത്തെ ഒക്കെ ടൈമിലാണ് പഠിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇരുന്നാൽ പോലും പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു എക്സാം എഴുതുമ്പോൾ പോലും എക്സാമിന് മുന്നേ എനിക്കൊരു ടെൻഷൻ വന്നിട്ടില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഒട്ടും ടെൻഷൻ വരാറില്ല. അപ്പൊ അതിന് മുന്നേ ഇപ്പൊ ഇങ്ങനെ ടെൻഷനൊക്കെ ഇടിച്ചിരിക്കുന്നവരുണ്ടല്ലോ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കിപ്പം ഇന്റേണൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, 60ൽ യൂണിവേഴ്സിറ്റി എക്സാം നടത്തുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 24 മാർക്ക് മതിയല്ലോ. അപ്പം ഏതെങ്കിലും ഒരു 2 മോഡ്യൂൾ തന്നെ നല്ലോണം പഠിച്ചാൽ ആ 24 അവിടെ കിട്ടും. പക്ഷെ അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച് പോകാൻ പറ്റത്തില്ല. 2 മോഡ്യൂൾ മാത്രം പഠിച്ചിട്ട് ഒരു എക്സാമിന് നമ്മൾ ഒരിക്കലും പോവല്ലേ. ബിടെക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, കുറച്ച് പാടായിട്ട് എന്നുവെച്ചാൽ പഠിക്കാൻ കുറച്ച് പാടായിട്ടുള്ളവരാണെങ്കിൽ ഒരു 3 മോഡ്യൂള് നിങ്ങൾ നല്ലോണം നോക്കണം. ബാക്കിയുള്ള ഒരു മോഡ്യൂള് നിങ്ങൾ ജസ്റ്റ് അതിനകത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം ഒന്ന് വായിച്ചു വിട്ടാൽ മതിയാവും. അതിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് പൊതുവെ ഞങ്ങളുടെ ടൈമിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് എയും ബിയും പിന്നെ അതിന്റെ ഒരു ഓറായിട്ട് തന്നെ എയും ബിയും കാണും. അപ്പം എ എന്ന് പറയുന്ന പാർട്ട് എളുപ്പമാണെങ്കിൽ ബി ഉറപ്പായിട്ടും പാടായിരിക്കും. അങ്ങനെയായിരിക്കും എല്ലാ ഓർ ക്വസ്റ്റ്യനും. അപ്പൊ നമുക്ക് ഒരു മോഡ്യൂളിൽ നിന്ന് തന്നെ ഓർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഫുള്ള് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, 3 മോഡ്യൂളെങ്കിലും നിങ്ങൾ മിനിമം നല്ലോണം നോക്കിയിട്ട് വേണം. പിന്നെ 3 മാർക്സ് ഒക്കെ കൂടുതൽ, ഇപ്പൊ മാത്സിന്റെ കാര്യത്തിൽ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഗ്രാഫിക്സ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കമ്പാരിസൺ ഒക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ പൈത്തണിന്റെയും കുറെ കമ്പാരിസൺ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ കമ്പാരിസൺ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനൽ കാണാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാത്സിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഞാൻ ഒരാഴ്ച മുന്നേ തുടങ്ങാറില്ല, എന്നാലും ഞാൻ പറയുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പം കുറച്ച് ദിവസം ഉള്ളല്ലോ, ഒരു 2-3 ദിവസമൊക്കെ ആയിരിക്കും കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ RVS മാത്സ് അക്കാഡമിയാണ് കണ്ടോണ്ടിരുന്നത്. അപ്പൊ നിങ്ങളും എനിക്ക് തോന്നുന്നു RVS മാത്സ് അക്കാഡമിക്ക് അകത്ത് ഇപ്പം 2024 സ്കീമിന്റെ അവർ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെയായിരിക്കും നിങ്ങൾ കണ്ട് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ റെഫർ ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ എല്ലാരും പറയുന്നത് അതെല്ലാം ഭയങ്കര ലെങ്ത് ഉള്ള വീഡിയോ ആണ്, 45 മിനിറ്റ്സ് ആണ് ഒരു വീഡിയോ. അവർ ഒരു മോഡ്യൂൾ അത്രയും ലെങ്ത് എടുത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കണ്ടോണ്ടിരിക്കാൻ കുറച്ച് സമയം ഏറെ പോവും. അപ്പം ഒരിക്കലും നമുക്ക് ഇത്രയും മോഡ്യൂൾസ് കവർ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്തു നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും, അവര് ഒരേ മോഡൽ തന്നെ നമ്മളെ കൊണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് പക്ഷെ അതുകൊണ്ട് നല്ല ഗുണം കിട്ടും. ഞങ്ങൾ സീരീസ് എക്സാമിന്റെ ടൈമിലും സെം എക്സാമിന്റെ ടൈമിലും RVS മാത്സ് അക്കാഡമി നോക്കി അവരുടെ കൂടെ തന്നെ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ സെം എക്സാമിന്റെ ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ആ വീഡിയോ 1.5x-ലോ 2x-ലോ ഓടിച്ചു വിടും. എല്ലാവരും പൊതുവെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അധികം സമയം കിട്ടുമെന്നല്ല, പിന്നെ ചെയ്യുന്ന കാര്യം, അവര് ഒരേ മോഡൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും.
അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു മോഡൽ ഒരു ക്വസ്റ്റ്യൻ അതിപ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് വേണമെങ്കിൽ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ടോപ്പിക്ക് പഠിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സിൽ നിങ്ങൾ കൂടുതൽ പ്രഷർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മാത്സ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ടൂൾസിലൊക്കെ ഇട്ട് ഓടിച്ചിട്ടാൽ പെട്ടെന്ന് തീരും. ഒരു മോഡ്യൂള് തീരുന്നു നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. കുറച്ച് മെനക്കെട്ട് അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇതൊക്കെ പഠിക്കണമല്ലോ. അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ട് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതും വീഡിയോ ചുമ്മാ കണ്ടുവിട്ടിട്ട് കാര്യമില്ല, നമ്മളും അതിന്റെ കൂടെ ചെയ്ത് തന്നെ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അവർ എത്ര എഫേർട്ട് ഇട്ടാണ് അതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഞാൻ ഈ ബിടെക് ലൈഫിൽ തന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ചാനലാണ് RVS മാത്സ് അക്കാഡമി. അപ്പൊ അങ്ങനെയാണ് ഞാൻ മാത്സ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി ഗ്രാഫിക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഗ്രാഫിക്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ പറയാം. ഗ്രാഫിക്സ് എനിക്ക് ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കുന്നു, അറൌണ്ട് 1 hour ഒക്കെ എടുക്കുന്നു ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അപ്പം അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അത് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് കുറച്ച് മടുപ്പായിരിക്കും ഗ്രാഫിക്സ്, കാരണം ഈ 4 മോഡ്യൂൾ നമ്മൾക്ക് ഇങ്ങനെ പടം വരയ്ക്കാൻ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ ഗ്രാഫിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ കണ്ടത് നിങ്ങൾക്ക് ലോങ് ആൻസറിലും ഒരു ഓറേ ഉള്ളൂ, മീൻസ് ഒരു എ പാർട്ട്, പിന്നെ അതിന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഒരു മോഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടും അറിയത്തില്ലെങ്കിൽ അവിടെ അത്രയും മാർക്കാണല്ലോ അവിടെ കട്ടായി പോകുന്നത്. അപ്പം ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ തരാം, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ഒട്ടും വരയ്ക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നേക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. ഞാൻ നേരത്തെ നിങ്ങളോട് ഗ്രാഫിക്സിന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രൊസീജിയർ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ കുറച്ച് മാർക്ക് അവിടെ കിട്ടുമെന്ന്. അപ്പൊ പ്രൊസീജിയർ എങ്ങനെ എഴുതണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പം ആദ്യമേ തന്നെ നമുക്കറിയാം ഒരു XY പ്ലെയിൻ വരയ്ക്കണം. അപ്പൊ നമ്മൾ സ്റ്റെപ്സ് എഴുതിയിട്ട് ഫസ്റ്റ് ഡ്രോ XY പ്ലെയിൻ. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് CD എന്ന് പറയുന്ന ഒരു ലൈൻ 15 millimeter above HP. HPക്ക് എബവ് ആയിട്ട് CD എന്ന് പറയുന്ന ഒരു ലൈൻ 15 millimeter വരയ്ക്കണം. അപ്പൊ നമ്മൾ ഡ്രോ CD 15 millimeter above HP. പിന്നെ ഒരു കണ്ടീഷനും കൂടെ അവർ പറയുന്നുണ്ട്, ആൻഡ് 20 millimeter in front of VP. ആ 2 പ്ലെയിന്റെയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ലൈൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എഴുതി വെക്കാം. പിന്നെ വരുന്ന തേർഡ് സ്റ്റെപ്പ് എന്തോ വേറൊരു ലൈൻ 60 millimeter above HP ആൻഡ് 50 millimeter അങ്ങനെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾ എഴുതിയിട്ട് പിന്നെ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് അത് തന്നിട്ടുണ്ട് 17 millimeter. അങ്ങനെയാണ് സ്റ്റെപ്സ് എഴുതേണ്ടത്. അപ്പം ഈ സ്റ്റെപ്സ് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യൻ തന്നെയല്ല നമ്മൾ ഒന്നുകൂടെ എഴുതുന്നതെന്ന്. പക്ഷെ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതുമ്പം അവർക്ക് കുറച്ചുകൂടെ, കാണുന്നവർക്ക് കുറച്ചുകൂടെ ഇംപ്രഷൻ കൂടും. നമ്മൾ ജസ്റ്റ് ഒന്നും വരച്ചേക്കുന്ന പൊട്ട തെറ്റാണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് അവർ കുറച്ചെങ്കിലും മാർക്ക് അവിടെ ഇട്ട് തരും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പല കോളേജസിലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഗ്രാഫിക്സ് പഠിച്ച സമയത്ത് ഞങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും പ്രൊസീജിയർ ചെയ്യിപ്പിച്ച് തന്നെയാണ് പഠിച്ചിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു അസൈൻമെന്റ് തന്നിരുന്നു സാറ്, അറൌണ്ട് 50 ക്വസ്റ്റ്യൻസ് ആ ഒരു കുറഞ്ഞ ടൈമിൽ തന്നെ ഞങ്ങൾ വരച്ച് ചെയ്തു. രാത്രി ഒന്നും ഉറക്കമില്ലായിരുന്നു. പിന്നെ ഗ്രാഫിക്സ് പോലത്തെ സബ്ജക്ട്സ് പഠിക്കുമ്പം നിങ്ങൾക്ക് മടുപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ രാവിലെ ടൈമിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാടുള്ള സബ്ജക്ട് പഠിക്കാം. മീൻസ് ഈ മാത്സ് ഈ തിയറി സബ്ജക്ട് ഒക്കെ രാവിലെ പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഗ്രാഫിക്സും പോലത്തെ സബ്ജക്ട് ഒക്കെ പഠിക്കാം. അപ്പം ഗ്രാഫിക്സിൽ മാർക്ക് കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ്, ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന സാധനങ്ങൾ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതി വെക്കല്ലേ, പ്രൊസീജിയർ എഴുതിയിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് അത് ഷോർട്ടാക്കി എഴുതി വെക്കാം. അപ്പം കുറച്ചുകൂടെ ഇംപ്രഷനും കൂടും, നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് അവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിൽ എനിക്ക് മാത്സ് ഗ്രാഫിക്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോയിൽ പൈത്തൺ ഞാൻ ഉദ്ദേശിക്കുന്നത് പൈത്തണിന്റെ 3 മാർക്സിന്റെ പാർട്ടിൽ വരാൻ സ്കോപ്പ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഓരോരോ മോഡ്യൂൾ തിരിച്ച് ഏതൊക്കെ ടോപ്പിക്കാണ് കുറച്ച് പ്രഷർ കൊടുത്ത് പഠിക്കേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് ഞാൻ അത് മാത്രം അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഞങ്ങൾക്ക് കുറെ പൈത്തണിന്റെ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് പൈത്തൺ നോക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ മാത്സ് ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏത് ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്രാഫിക്സിലും മാത്സിലും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് വെച്ച് പറയാത്തത്, അത് ജസ്റ്റ് ടിപ്പായിട്ട് ഇട്ടത്. പക്ഷെ പൈത്തണിന്റെ കേസിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ആ വീഡിയോ അപ്പം നാളെ കഴിഞ്ഞായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.